ഹലോ, അങ്ങനെ ഇന്ന് ഞാനൊരു കന്നഡ കല്യാണം കൂടാൻ വേണ്ടി പോവാണ്. ഞാൻ അങ്ങനെ ചുരിദാറൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ പരിമിതമായ അളവിലെ ചുരിദാറൊക്കെ കൊള്ളത്തിൽ കുറച്ചെങ്കിലും നല്ലത് ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിട്ട് ഞങ്ങൾ 4 പേരോടാണ് കല്യാണത്തിന് പോയത്. കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് ദൊഡ്ഡിന്ന് ഏകദേശം 1.25-1.5 മണിക്കൂറോളം ഉണ്ട്. പിന്നെ ഞങ്ങൾ ജീവിക്കുന്ന ഒരു പട്ടിക്കാട്ടിലായതുകൊണ്ട് അവിടുന്ന് സിറ്റിയിലേക്ക് എത്തണമെങ്കിൽ കുറെ മലയും പുഴയും കടന്ന് പോണം. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു രസമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെയിൻ റോഡുകളും കാണാൻ വേണ്ടി പറ്റും. ആർക്കും വഴി അറിയാത്തതുകൊണ്ട് വഴി തെറ്റുമെന്നുള്ള ടെൻഷനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ചു പോകുമ്പോഴാണല്ലോ അതിനൊരു രസമൊക്കെ ഉള്ളത്. പിന്നെ എവിടെ പോകുമ്പോഴും കൃത്യസമയത്ത് എത്താതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു പോളിസി ആയതുകൊണ്ട് കല്യാണം തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ നമ്മുടെ ഉദ്ദേശം കല്യാണം കാണാനല്ലല്ലോ, ഭക്ഷണം കഴിക്കുക എന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇതൊരു പ്രശ്നമല്ല. എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുത്തത് ആരും ഇല്ലാത്തതുകൊണ്ട് എടുത്തു. അതിനുശേഷം ഞങ്ങളുടെ മെയിൻ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഓടിച്ചെന്നത്. ഭക്ഷണം കൊടുക്കുന്ന ഹാളിലോട്ട് ഞങ്ങൾ എത്തി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത് കല്യാണമായാലും പാർട്ടി ആയാലും നോൺ വെജ് ഇല്ലാത്തൊരു പരിപാടി കാണാനേ. പക്ഷെ കർണാടകയിൽ അങ്ങനെയല്ല. ഇവര് കല്യാണത്തിനായാലും പാർട്ടിക്കായാലും നോൺ വെജ് വിളമ്പാറേയില്ല. ആകമൊത്തം ഒരു നോൺ വെജ് കൊടുക്കാൻ നടന്നത് ഭീകരവൂട്ട് എന്ന് പറയുന്ന വലിയൊരു പരിപാടിയുണ്ട്. അതിനാണ് ഇവര് ഫുൾ നോൺ വെജ് വിളമ്പ. അതിന് ഇവർ ഞങ്ങളെ വിളിക്കാത്തതുകൊണ്ട് തന്നെ ആ സങ്കടവും മനസ്സിലൊതുക്കി ഞങ്ങൾ ഈ തന്നിരിക്കുന്ന പുലാവ് അങ്ങ് കയറ്റി. എന്തൊക്കെ പറഞ്ഞാലും ഭക്ഷണം കഴിഞ്ഞ് തീരുമ്പോൾ ഇവർ നമുക്കൊരു ഗിഫ്റ്റ് തരും. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കല്യാണത്തിന് ഇപ്പോൾ ഒരു പ്ലേറ്റ് ഒക്കെ കിട്ടിയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം തേങ്ങയാണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. എന്തായാലും കിട്ടിയെന്ന് ലാഭം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും ഒരു പട്ടിക്കാടാണെങ്കിലും കാണാൻ ഒടുക്കത്ത ഭംഗി. ഞങ്ങൾ പോകുമ്പോഴേ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് സ്പോട്ടുകൾ കണ്ടുവച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ സ്ഥലം വിട്ടു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.